ഒടുവിൽ ചേതനയേറ്റ ശരീരവുമായി രഞ്ജിത നായർ സ്വന്തം നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നൊമ്പരമാവുകയാണ് രഞ്ജിത നായർ. അപ്പോഴും എന്തുകൊണ്ട് അഹമ്മദാബാദിൽ ഈ വിമാന ദുരന്തം സംഭവിച്ചു എന്നതിന് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടുമില്ല. തന്നെ ഇതിൽ രഞ്ജിതയുടെ മൃതദേഹം ലഭിച്ചില്ല എന്നൊരു വാർത്ത മറ്റ് ഒരുപക്ഷെ നമുക്ക് വളരെ അടുത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മലയാളി ആയതുകൊണ്ടാണ് നമ്മൾ ആ വാർത്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തത്. ഏകദേശം 9 പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടും ഇതാരുടേതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ അവിടെ അഹമ്മദാബാദിലെ ഒരു ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്ക് നമ്മൾ ബന്ധുക്കളിൽ നിന്ന്, അടുത്ത ബന്ധുക്കളിൽ നിന്ന് DNA വേണ്ട സാമ്പിൾ എടുത്ത് ഈ കിട്ടിയ മൃതദേഹങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭാഗം, നഖത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് DNA ഫോറൻസിക് പരിശോധന നടത്തി ആണ് ഇത് മാച്ച് ചെയ്തിട്ട് ഇന്നയാളുടേതാണ് അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിലേതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാറ്. ഈ അപകടം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ രഞ്ജിതയുടെ സഹോദരൻ രതീഷും ഒരു ബന്ധു ഉണ്ണികൃഷ്ണൻ, ഇവർ രണ്ടുപേരും അഹമ്മദാബാദിലുണ്ടായിരുന്നു. രതീഷിൻ്റെ സാമ്പിളാണ് DNA പരിശോധനയ്ക്ക് എടുത്തിരുന്നത്. പക്ഷേ ഏകദേശം 4 തവണയോളം രതീഷിൻ്റെ സാമ്പിൾ പരിശോധിച്ചിട്ടും രഞ്ജിതയുടെ മൃതദേഹം ഇതിലേതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ഫോറൻസിക് അധികൃതരാകെ ബുദ്ധിമുട്ട് നിൽക്കുകയായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇനി അടുത്തത് എന്ത് എന്ന് മനസ്സിലാക്കിയാണ് ഇവരുടെ അമ്മയുടെ രക്തസാമ്പിള് ഇവിടെ പുല്ലാട്ടെ വീട്, പത്തനംതിട്ട ജില്ലയിലെ പുല്ലാട്ടെ വീട്ടിൽ നിന്ന് ശേഖരിച്ചിട്ട് അഹമ്മദാബാദിലെ ഗ്വാളിയോറിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അത് നടത്തിയ പരിശോധനയിലാണ് DNA സാമ്പിൾ മാച്ചാവുകയും രഞ്ജിതയുടെ മൃതദേഹം ഇന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ മൃതദേഹം കഴിഞ്ഞ ദിവസം രതീഷിന് തിരിച്ച് കൈമാറുകയാണ് ചെയ്തത്. ബന്ധുക്കൾക്ക് കൈമാറുക എന്ന ചടങ്ങ് അവിടെ നിന്ന് രതീഷിന് കൈമാറുകയാണ് ചെയ്തത്. രതീഷും ഈ പറഞ്ഞ ബന്ധു ഉണ്ണികൃഷ്ണൻ രണ്ടുപേരും കൂടെ ചേർന്നാണ് അഹമ്മദാബാദിൽ നിന്ന് ആ മൃതദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാലോ. ആ ഒരവസ്ഥയിൽ അവരെ ഏറ്റുവാങ്ങിയത്. അതവിടെ നിന്ന് വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് മന്ത്രിമാരായ അനിൽകുമാറും അതോടൊപ്പം തന്നെ ശിവൻകുട്ടിയും ഇവർ രണ്ടുപേരും ചേർന്ന് അത് ഏറ്റുവാങ്ങി. അവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുണ്ടായിരുന്നു. CPMൻ്റെ MA ബേബി ഉണ്ടായിരുന്നു, ഗോവിന്ദ മാസ്റ്റർ ഉണ്ടായിരുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാമുദായിക നേതാക്കന്മാർ, പിന്നെ സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് 2 മന്ത്രിമാർ, ഉദ്യോഗസ്ഥന്മാർ ഒക്കെ ഉണ്ടായിരുന്നു. ഇതുപോലൊരു അപകടം നടന്നിട്ട് ഒരു ബോഡി വരുമ്പം സ്വാഭാവികമായിട്ടും അത് സംസ്ഥാന സർക്കാരാണ് അതിൻ്റെ ചിലവുകളും അത് ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്യുക. ഇനിയുള്ള അതിൻ്റെ അടക്കം വരെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയിലുള്ള വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാരാണ് അത് ഏകോപിപ്പിക്കുക. അതിനുശേഷം അവസാനം അവർ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യണം. ഈ ഉദ്യോഗസ്ഥന്മാർ എന്തൊക്കെ ചെയ്തു, എങ്ങനെയാണെന്നുള്ളതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കൊടുക്കണം. ചെലവുകളുമെല്ലാം സംസ്ഥാന സർക്കാരാണ് വഹിക്കുക. അപ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹം നേരെ പുല്ലാടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പുല്ലാട് രഞ്ജിത പഠിച്ച വിവേകാനന്ദ ഹൈസ്കൂളിലാണ് പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. ആ സ്കൂളിന് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രഞ്ജിത പഠിച്ച ഒരു സ്കൂൾ, നമ്മളൊക്കെ പഠിച്ച സ്കൂളുകളിലേക്ക് നമ്മൾ പിന്നീട് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അധ്യാപകർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ നല്ലതായാലും ചീത്തയായാലും നമ്മൾ പിന്നെ അവരെ കാണാൻ പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം ഭയങ്കരമാണ്. പക്ഷേ ഒരു ചേതനയേറ്റ ശരീരം, അവർ പഠിപ്പിച്ചൊരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പോലെയാണ് അധ്യാപകർ കുട്ടികളെ കാണാറ്. അങ്ങനെയുള്ള ഒരാളൊരു അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ട് അവരുടെ ശരീരം, ചേതനയേറ്റ ഒരു ശരീരം പൊതുദർശനത്തിൽ അവർ കളിച്ചു വളർന്ന അവരുടെ കാൽപ്പാടുകൾ പതിഞ്ഞ അതേ സ്കൂളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറെ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിലാണിപ്പോൾ രഞ്ജിതയുടെ മൃതദേഹം വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിട്ടുള്ളത്. പുല്ലാട് നാട് ഒന്നടങ്കം രഞ്ജിതയെ അറിയുന്നവരും അറിയാത്തവരും ഈ ദുഃഖത്തിൻ്റെ തീവ്രത അറിയുന്ന, അതിൻ്റെ ദുഃഖം എത്രത്തോളം അവരെ ബാധിച്ചിട്ടുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കുന്ന ആളുകളെല്ലാം ഇന്ന് പുല്ലാടേക്ക് യാത്രയായിട്ടുണ്ട്. ഈ മൃതദേഹം അവസാനമായിട്ട് ഒരു നോക്ക് കാണുക എന്ന അതിൽ പങ്കാളികളാകുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വൈകുന്നേരം 4:30 മണിക്ക് ആണ് സംസ്കാര ചടങ്ങുകൾ. ഈ സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്ന ചടങ്ങാണ് ഉള്ളത്. വീട്ടിലെ സിറ്റുവേഷൻ എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ഒരു മരണം നടന്നു കഴിഞ്ഞിട്ട്
ആ കുരുന്നുകൾ അമ്മയെവിടെ, അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു, അമ്മയെ ഇനി കാണാൻ സാധിക്കുമോ എന്ന് പറയുന്ന വളരെ വൈകാരികമായിട്ടുള്ള പല നിമിഷങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് മന്ത്രി വീണ ജോർജിൻ്റെ മണ്ഡലമാണ്. അവർ അവിടെ ചെന്ന് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള അപകടം നടന്ന വീടുകളിലേക്ക് മന്ത്രിമാരോ അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥ സംഘങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ വീണ ജോർജ് അവിടെ വന്ന് പിള്ളേർ വീണ ജോർജുമായിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ വീണ ജോർജിൻ്റെ കയ്യിൽ നിന്ന് പോയി. ഭയങ്കരമായിട്ട് കരഞ്ഞ്, കുട്ടികൾ കരഞ്ഞ്, വീണ ജോർജ് കരഞ്ഞ്, കണ്ടു നിന്ന് എല്ലാവരുടെയും കണ്ണിൽ നിന്ന് വെള്ളം വന്ന് ആകെ നമുക്കും നമ്മൾ പല ഇതുപോലുള്ള സിറ്റുവേഷനുകൾ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ വളരെ വൈകാരികമായി പോകാറുണ്ട്. നമ്മളും മനുഷ്യരാണ്, മാധ്യമപ്രവർത്തകരാണെന്ന് പറഞ്ഞാലും ചില സന്ദർഭങ്ങളിൽ നമുക്കും കൈവിട്ടു പോകുന്ന സിറ്റുവേഷനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മന്ത്രിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അവരുടെ അമ്മയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ കുട്ടികളുടെ സങ്കടം എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർ വന്ന് സംസാരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ആണ് ഈ DNA മിസ്മാച്ചിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തോടെ പരിഹരിച്ച് ഇപ്പോൾ ബോഡി വീട്ടിലെത്തി. ഇനിയിപ്പോൾ വീട്ടിലേക്ക് ഈ മൃതദേഹം ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന വൈകാരിക നിമിഷങ്ങൾ എന്താകും എന്നത് നമുക്ക് കണ്ടറിയുക എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ശരിയാണ്, രഞ്ജിത നാടിന് നൊമ്പരമാകുന്നു. 2 കുഞ്ഞുങ്ങളുടെയും ഒരു രോഗിയായ അമ്മയുടെയും അത്താണിയാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നട റോഡിൽ നിൽക്കുന്നൊരവസ്ഥയാണ് ആ കുടുംബത്തിന്. എന്തായാലും ആ കുടുംബത്തിന് താങ്ങാനുള്ള ശക്തി ഉണ്ടാകട്ടെ. പക്ഷെ അപ്പോഴും എൻ്റെ ചോദ്യം, അവർക്ക് അറിയാനുള്ള അവകാശമില്ലേ അവരുടെ മകൾക്ക് എന്താണ് സംഭവിച്ചത് ഇല്ലേ? ഒരു അപകടമുണ്ടായി, ശരി, അതിൻ്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ പോലും ഇതുവരെ വന്നിട്ടില്ല. എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ആ മക്കൾക്കറിയാനുള്ള അവകാശമില്ലേ? ഇതാരാണിത് ഒളിപ്പിക്കുന്നത്? വിശ്വാസ് കുമാർ എവിടെയാണ്? വിശ്വാസ് കുമാറിനെ ആരാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടുപോയ വിശ്വാസ് കുമാർ എന്നയാളെ ഒരു ബിംബമാക്കി നിർത്തിയിട്ട് അയാളെ കൊണ്ട് മാത്രം ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയി വാർത്തകൾ മുഴുവൻ അയാളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി മറ്റു കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ ചർച്ചകളും കൂടുതൽ അന്വേഷണങ്ങളൊന്നും പോകാത്ത വിധത്തിലാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അങ്ങനെ ആക്കി തീർത്തതാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ചിലപ്പോൾ അങ്ങനെ ആക്കി തീർത്തതാണെന്ന് പറയാം. കാരണം ഈ വിമാന അപകടം നടന്നിട്ട് ഇപ്പോൾ 10-12 ദിവസം കഴിഞ്ഞു, 14 ദിവസമായി. ഇത്രയും ദിവസമായിട്ട് ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവരെ അന്വേഷണം നേരായ രീതിയിലല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം ഏൽപ്പിച്ച അന്വേഷണ സംഘത്തിന് അത് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അടുത്ത അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കണം. കാരണം വിമാന അപകടമൊക്കെ നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലത്ത് റിപ്പോർട്ട് കൊടുത്താൽ പോരാ. കാരണം ഒരുപക്ഷെ വിമാനത്തിൻ്റെ കേടാണെങ്കിൽ പോലും അതേ തകരാറ് മൂലം സഞ്ചരിക്കുന്ന വേറെ വിമാനങ്ങളുണ്ടെങ്കിലോ, അപ്പോൾ ആ പരിശോധനകൾ വളരെ വേഗം നടപ്പിലാക്കേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന കാരണം കൊണ്ടാണ് അപകടമുണ്ടായത്, സമാന സാധ്യതകളുള്ള വിമാനങ്ങൾ ഉണ്ട്, സമാന അപകട സാധ്യതകളുള്ള വിമാനങ്ങളുണ്ട്, അതുകൂടി പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട സമയമൊക്കെ വളരെ നേരത്തെ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഈ വിമാന കമ്പനിയാണെങ്കിലും ബോയിങ് ആണെങ്കിലും ഈ എയർ ഇന്ത്യ ആണെങ്കിലും വ്യോമയാന മന്ത്രാലയമാണെങ്കിലും എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം മാത്രമേ അവർക്കുള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഇതിൽ കൃത്യമായിട്ടൊരു ഉത്തരം വളരെ വൈകാതെ ലഭിക്കും എന്നുള്ളത്. പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ കൈമാറി എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതിലൊന്നും ഒരു അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. അതായത് വിമാന അപകടം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ വന്നു, വിമാനത്തിൻ്റെ കാലപ്പഴക്കം ആണ് അപകടത്തിന് കാരണം എന്ന രീതിയിൽ ആദ്യഘട്ടത്തിൽ വാർത്ത വന്നു. പിന്നീട് വന്നു 2 എഞ്ചിനുകൾ ഒരേ സമയം തകരാറിലായതാണ്, വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതാണ് അപകടത്തിന് കാരണം എന്ന് പറഞ്ഞു. ഈ 2 എഞ്ചിനും തകരാറിലാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ച് ഒരു ഇതില്ല, നിഗമനം മാത്രമാണ് ഇതെല്ലാം. കൃത്യമായിട്ടുള്ള ഒരു ഇതാണ് എന്ന് പറഞ്ഞുള്ള ഫൈനൽ റിപ്പോർട്ട് ഒന്നും വന്നിട്ടില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇവരുടെ ഈ കൃത്യമായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകാത്തതിൻ്റെ ഒരു കാരണമായിരിക്കാം ഇതിൽ എന്താണ് സംഭവിച്ചത്, രഞ്ജിതയെ പോലുള്ള ആളുകൾക്ക് ഈ അപകടത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഉത്തരം കിട്ടാത്തത്. സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള അപകടം, ഇപ്പം നമ്മുടെ വയനാട്ടിലെ അപകടത്തിലും കാണാതായി പോയ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ഒരു തീരുമാനം എടുത്തു, അവർ ഇത്ര ദിവസം കഴിഞ്ഞ് അവർ മരിച്ചു എന്നുള്ള റിപ്പോർട്ട് കൊടുക്കാൻ അവർ തയ്യാറായി. കാരണം അവർ തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ കാണാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരിച്ചു എന്നുള്ള റിപ്പോർട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് കുടുംബത്തിന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടെന്നല്ല, അവർക്ക് അതിനൊരു ഉത്തരമാവുള്ളൂ. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിൻ്റെ ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടാത്തിടത്തോളം കാലം വിമാന അപകടങ്ങൾക്ക് സമാന സാധ്യതകളുണ്ടോ എന്ന പരിശോധന പോലും നടത്താനുള്ള സാധ്യതയില്ല എന്നതാണ് വസ്തുത.